സിദ്ധു ഫാത്തി വരണോ? ഫാത്തി ഈ സീനില്ലേ ഒറ്റക്കാണല്ലോ. അല്ല ഫാത്തി, നിങ്ങൾക്ക് ഇതിനെ തൊടാൻ പറ്റുമോ? എന്താ തൊട്ടാല്? മണ്ണിട്ട് കഴുകിയ തീരാവുന്ന നജസല്ലേ ഇതിനുള്ളൂ. ഞാൻ ഇവനെ സ്നേഹിക്കുന്നില്ലേ? അത്രത്തോളം ഒന്നും ഇല്ലല്ലോ. ചോദിച്ചെന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് മാറിക്കളാ, അല്ലെങ്കിൽ സീനാവും ഉണ്ടാക്കും. ഹലോ, ലത്തീഫല്ലേ? ഇജിങ്ങനെ നോക്കി നടന്നട്ടോ. എൻ്റെ ജേഷൻ്റെ മോളെ നേരിട്ട് സംസാരിക്കാം നമുക്ക്. ഓക്കെ, എപ്പോഴാണ് കാണുക? ഓക്കെ ഓക്കെ. എടാ കരീമേ, എന്താ പ്രശ്നം? എന്താ ലത്തീഫേ, ഈ ഒന്നും അറിയുന്നില്ലേ? എൻ്റെ ജേഷൻ്റെ മോള് ഫാത്തിൻ്റെ കാര്യേ നാട് മുഴുവനും പാട്ടാണ്. എൻ്റെ കാരണവരെ മരിച്ചിട്ടുള്ളൂ കരീമേ. ഞാൻ ഇവിടെ ഇല്ലേ? ഈ അങ്ങാടിയിൽ എല്ലാവരും പറയുന്നുണ്ട് ഓളോ ലക്കലെ പ്രേമം. അതെന്തേലും ചെയ്യണം കരീമേ. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. രണ്ടെണ്ണം അടിച്ചിട്ട് സമ്മാനം ഉണ്ടാക്കാം. എന്നാ രണ്ടെണ്ണം അടിക്കുക. എടാ ലത്തീഫേ, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റൂല. മറ്റൊരിൽപ്പെട്ട ആളുകളുടെ അടുത്താണ് ഓളെ കളി. എൻ്റെ ജ്യേഷ്ഠൻ കബറ് കെടുക്കുമ്പേ ഓനക്കും ഉണ്ടാവില്ല, അനക്കും ഉണ്ടാവില്ല സുഖം. അതുകൊണ്ടേ ഇത് എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ തീരുമാനമാക്കണം. ഇങ്ങനെ വിട്ടാൽ പറ്റൂല. അല്ല കരീമേ, ഇത് ഇന്ന് തന്നെ നമുക്ക് തീരുമാനമാക്കണം. അവളോട് കുറേ ആയി പറയുന്നു. അവൾക്ക് തീരെ നമ്മളൊരു വിലയില്ല. ഇന്നൊരു നട്ടലില്ലാത്തവനെ പോലെയാണ് അവൾ കാണുന്നത്. പല ആൾക്കാർക്കും അറിയാം, അങ്ങാടിയിൽ ഇപ്പം തന്നെ നല്ല പാട്ടാ. കരീമേ, എനിക്കറിയാലോ. നമ്മളൊരു വട്ടം അവനോട് പറഞ്ഞാണ് ഞാൻ അങ്ങനെ പോകരുത് എന്ന്. നാളെ തന്നെ ഇന്നനായിട്ട് തീരുമാനമാക്കണം. ഇന്ന് തന്നെ തീരുമാനമാക്കണം. ശരി വാ. ആ ആ നിർത്ത്. എസ്കേപ്പായി. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അവനെ കിട്ടിയാൽ വിടരുത്. ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ ഉണ്ടാവും. അവനെ കിട്ടും. ഇന്നത്തോടു കൂടി അത് തീർക്കണേ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ ഉണ്ടോ? അവനെവിടല്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇങ്ങനെ തീർക്കണേ. കണ്ടത് നമ്മളെ ജാതിയിൽപ്പെട്ട തീർക്കണേ.
ഞാൻ പറയാ സമാധാനം നമുക്ക് ഇവിടെ വെച്ചാൽ കിട്ടണ അവിടേക്ക് പോയി. സമാധാനം കിട്ടാനാ ഈ കാടിനുള്ളിൽ ഒന്ന് കിടന്നവർക്ക് സമാധാനം കിട്ടുക? ഈ പ്രകൃതി ഇത് അല്ലാതെ വേറെ എന്ത് സമാധാനം നമുക്ക്? അടു ബാംബേ, അടടു ബാംബേ, കടലിലെ ബാംബേ. അടു ബാംബേ, അടടു ബാംബേ, കടലിലെ അവിടെ മഞ്ഞുമലുണ്ടേ? ആ മഞ്ഞുമല ഉണ്ട്. കണ്ടോ? ഇല്ല, കണ്ടില്ല. പോയാലോ? ഓ ശരി. എപ്പോഴാ പോവാ? 4 മണി 4:30 ഷോന് പോവാ. 4:30. ആ ഈ ഉണ്ടാവില്ലേ? ഞാൻ ഉണ്ടാവും. ആ ടിക്കറ്റ് കിട്ടുമോ? ടിക്കറ്റ് കിട്ടും. കാറല്ലേ? നമുക്ക് ഓൺലൈനിൽ നോക്കാം. ആടാ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. പോയാലോ? എന്നാ വൈകുന്നേരം പോവാ. ആ മച്ചാനെ ഷോ എത്ര മണിക്കാ? 4:30.
എന്താടാ തറവാട് വകയാണോ കാട്? ഏ നീ എന്നെന്തിനാ വിട്ടാടാ സഞ്ജു പോടാ 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 അപ്പോൾ നമ്മൾ എത്തിയിട്ടില്ലേ മേപ്പാടി ഒരു മലന്റെ മുകളിലെ ഒരു കാട്ടിലാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് ഒരു നായയുടെ കൂടെ. അങ്ങനത്തെ ഒരു മനുഷ്യനെ പരിചയപ്പെടാനും അവനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ഹലോ ബ്രോ, ഹായ്. എന്താണ് സംഭവം? ഇതെന്ത് സംഭവം? നിങ്ങൾ എന്താ ഈ മലന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഈ ഒരു മനുഷ്യന്റെ കോലത്തിലല്ലാത്ത കോലത്തിൽ നായയുടെ കൂടെ ഒരു മൃഗത്തിന്റെ കോലത്തിൽ ജീവിക്കുന്നത്? ഹലോ അഖിലേ, നീ ആ വീഡിയോ കണ്ടോ? സിദ്ധു അല്ലേ ഇത്? ഉറപ്പല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമല്ലേ? ആ ബ്ലോഗർ ഒന്ന് കോണ്ടാക്ട് ചെയ്യ് പെട്ടെന്ന്. എന്നാൽ നമുക്ക് പോവാം. ശരിയടാ, ഓക്കെ, ശരി. ആ പിന്നെ ഈ വഴി തന്നെ ആവൂലേ ആ ബ്ലോഗർ പറഞ്ഞത്? ആ ഈ വഴി തന്നെ. നോക്കി നടക്ക്, പോയി നോക്കാം. ഫോൺ നോക്കട്ടെ, മാപ്പ്. എടാ ആ സ്ഥലം ഇതാ തോന്നുന്നല്ലേ? വാ നടക്ക്, പോയി നോക്കാം. നോക്കി പോരട്ടോ. എടാ അഖിലേ, ഇത് ആടി സിദ്ധു തന്നെ. സിദ്ധു? ഡാ സിദ്ധു. എടാ സിദ്ധു, നിനക്ക് എന്താടാ പറ്റിയേ? എന്ത് കോലാടാ ഇത്? നീ ഇവിടാന്നോടാ ഇത്രയും നാൾ താമസിച്ചേ? എന്ത് കോലാടാ ഇത്? എന്താടാ പറ്റിയത് നിനക്ക്? എന്തിനാടാ ഇത്രയും നാൾ ഇവിടെ ഇരുന്നേ? പറയടാ.